എന്നാൽ പിന്നെ തുടങ്ങാം നെക്സ്റ്റ് റെസിപ്പിയിലേക്ക്. ഇതാ ഒരു ജാർ എടുക്കുക, അതിലേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്കാവട ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതങ്ങോട്ട് അരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിന് തരികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു സൈഡിലൊക്കെ അങ്ങ് ആയിപ്പോവും. അപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ചെടുത്ത് മാറ്റാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. 1/4 കപ്പും കൂടി ചേർത്ത് മൊത്തത്തിൽ 1/4 കപ്പും കൂടി ഞാൻ ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചൊഴിക്കുന്നുണ്ട്. മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളം ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം മതിയാവും, മൊത്തത്തിൽ 1 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. ഇപ്പോൾ ദാ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതും നമ്മൾ അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് വെള്ളം, ഇത്രയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. അത് അരിച്ച് തന്നെ എടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇനി ഒരു പാത്രം എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് കടലപ്പൊടിയാണ് എടുക്കേണ്ടത്. കടലപ്പൊടിയുടെ അളവ് ഞാൻ പറയുന്ന അളവ് ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ അംഗസംഖ്യകൾ കുറച്ചുള്ളവർ കുറച്ചെല്ലാം എടുക്കുകയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അളവൊന്ന് കൂട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ്, അതായത് മെഷറിംഗ് കപ്പിന് 200 ml 2 കപ്പ് ഞാൻ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ കപ്പിന് തന്നെ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഓക്കെ, അളവൊന്നും തെറ്റണ്ട. 2 കപ്പ് കടലപ്പൊടിക്ക് 1 കപ്പ് അരിപ്പൊടി. ഓക്കെ, അത് ചേർത്തതിന് ശേഷം കായപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്തോളൂ. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നീട് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപ്പ് അവിടെ മിക്സ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ 1/2 കപ്പ് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാക്കണ്ടില്ലേ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഇതവിടെ ഇരിക്കട്ടെ, ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. പക്കാവടയൊക്കെ ഉണ്ടാക്കാൻ മലയാളികളെ പഠിപ്പിക്കേണ്ട എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ആദ്യം ഒന്ന് യോജിപ്പിക്കുക. പിന്നീട് നമ്മൾ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ അരച്ചിരിക്കുന്നില്ലേ, അതും കൂടി. ഇതിൻ്റെ അകത്ത് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ആ വെള്ളം മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നല്ല പാകത്തിനുണ്ടായിരുന്നു കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഞാൻ മുഴുവനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിന് അങ്ങോട്ട് കുഴച്ച് വെക്കുക. ഓണമൊക്കെ എല്ലാവരും തിരക്കിലായിരിക്കും ഓണത്തിൻ്റെയൊക്കെ അല്ലേ. ഇന്നലെ ഞാൻ മുറുക്കിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മളുടെ പക്കാവടയുടെ മാവ് കുഴച്ചെടുക്കുകയാണ്. ഞാനിവിടെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മൾ പല ടൈപ്പല്ലേ ഉണ്ടാക്കുന്നത്. എല്ലാം ഇപ്പോൾ ഇത് തന്നെ കൂടുതലൊന്നും ഉണ്ടാക്കണമെന്നില്ല. നമ്മളെല്ലാം കൂടി ആകുമ്പോൾ ഒരുപാടുണ്ടാവും. അതിപ്പോൾ തന്നെ ഒരു ടിന്നിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞു 10, 35, 40 മുറുക്കോളം ഉണ്ടാകും നമ്മുടെ ആ ഒരു കണക്കിനുണ്ടാക്കുമ്പം. നമ്മളിപ്പോൾ ഒരു അളവെടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്തുമാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അളവ് പറഞ്ഞത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരളവില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കും തിട്ടമില്ല, ഇത് കൂടിയോ കുറഞ്ഞോ എന്നാകെപ്പാടുള്ള ടെൻഷനാണ്. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2 കപ്പ് കടലപ്പൊടിക്ക് 1 കപ്പ് അരിപ്പൊടി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കുറച്ചുണ്ടാവും കേട്ടോ. ഇപ്പോൾ മുറുക്കും ഇതും കൂടി ആയപ്പോഴത്തേക്ക് കുറച്ചായിട്ടുണ്ട്. പണ്ടൊക്കെ വീടുകളിൽ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉപ്പേരി വറുപ്പിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ പൂരാടം മുതലായിരിക്കും. വീട്ടിലൊക്കെ പൂരാടത്തിനൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടുന്നതെങ്കിൽ അല്പം ഓയിലൊന്ന് കൈ തടവി കൊടുത്തോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ അത്രയും വെള്ളം അധികം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ അച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഇതിൻ്റെയാണ് പക്കാവടയുടെ അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തടകിയിട്ട് ഇനി നമ്മളിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് പിഴിഞ്ഞങ്ങോട്ട് നല്ല തിളച്ച എണ്ണയിൽ, അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. ഒരു കരിച്ച് കളയരുത്. ഇതിൻ്റെ ആ പതയൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ ഇത് കോരിക്കോണം. അല്ലെങ്കിൽ ഇതങ്ങ് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ക്രിസ്പി ആയിരിക്കും. ആദ്യം ഉണ്ടാക്കിയത് അങ്ങനെ ആയിപ്പോയി, ഒരുപാടങ്ങ് ക്രിസ്പി ആയിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കളറങ്ങൊന്നും മാറേണ്ട കാര്യമില്ല, ഇരുന്നങ്ങ് കളർ മാറിക്കോളുവേ.
അപ്പോൾ ആ ആദ്യ എണ്ണയിൽ ഞാൻ ദാണ്ട കുറച്ച് കറിവേപ്പില ഇടും, ഒരു 6 തണ്ട് കറിവേപ്പില ഊരിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഒരു എന്താ പറയുക ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക കേട്ടോ. പിന്നീട് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇത് പിഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ചുറ്റിച്ചിട്ട് കൊടുക്കരുത്. നല്ല വിസ്താരമുള്ള ഒരു ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട്, വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉരുളിയൊക്കെ കാണില്ല, ഇവിടെ എനിക്കതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചുറ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 4-5 സെക്കൻഡ് ആകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഫ്രൈ ഒരുപാടങ്ങ് മൂക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഒരു 4-5 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ആ പതയൊന്നാണെങ്കിൽ കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. പത പോയി കഴിയുമ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പതക കണ്ടില്ലേ, അതെല്ലാം മാറി നല്ല ക്ലിയർ ആവും. അപ്പോൾ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് തിരിച്ചിട്ട് പാടുപെട്ടു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് മൂത്തിട്ടില്ലായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ സ്പൂൺ എടുത്തിട്ട് സൈഡ് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചങ്ങ് പോയി, സൈഡിലുകൊണ്ട് ഇങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി. പിന്നെ തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടില്ലേ. അപ്പം നമ്മളുടെ പക്കാടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുറേശ്ശെ എണ്ണയുടെ അളവ് നിങ്ങൾ നോക്കിക്കോളണം, കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ആദ്യം ഞാൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി എന്താ പറയുക പക്കാവടയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു രീതിയിൽ. അപ്പോൾ അടുത്ത സെഷനോട് അടുത്ത സെഷനല്ല, ഇനിയും കുറച്ചുകൂടി ഉണ്ട്. എല്ലാം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് വറക്കുകയാണ് കേട്ടോ. എല്ലാവരും ഓണത്തിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും, എങ്കിലും റെസിപ്പികളൊക്കെ സമയം കിട്ടുമ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് തിരിച്ചിടാൻ വളരെ ഈസി ആയിട്ട് പറ്റി കേട്ടോ. അത് ഇച്ചിരി നന്നായിട്ടൊന്ന് ഞാൻ ഫ്രൈ ആയതിന് ശേഷമാണ് തിരിച്ചിട്ടത്. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട് എല്ലാം. അപ്പോൾ അതൊക്കെ കണ്ടോ പോയി, ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അത് സ്പൈസി വേണം, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതാ കണ്ടില്ലേ, നല്ല കഞ്ചിയായിട്ടിരിക്കുകയാണ്. ഭയങ്കര അതെന്താ പറയുക, ക്രിസ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇത് കഴിക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു, കണ്ടില്ലേ. എന്താ രസം കഴിക്കാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. കുറച്ച് കറിവേപ്പില നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടി അതിന് മുകളിലേ ഒന്ന് വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പക്കവട കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ അത്രയും കാണിച്ചിട്ടുള്ളൂ. എല്ലാം കൂടി എനിക്ക് അതിലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല പ്ലേറ്റിലേക്ക്. ഞാനൊന്ന് കറിവേപ്പിലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക്, ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി. ഇല്ലെങ്കിൽ കടയിൽ നിന്നും ആരും വാങ്ങിക്കേണ്ട ഓണത്തിന് അല്ലേ, നിങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇച്ചിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്സാണ്. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. കണ്ടില്ലേ, ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.